പരസ്പരം കൊമ്പ് കോർത്ത പിണറായിയും രമേശ് ചെന്നിത്തലയും. നിയമസഭയിൽ ചെന്നിത്തലയുടെ നാവടക്കി പിണറായി. പിന്നോട്ടില്ലെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ രോക്ഷമായി. ഇയാൾ എന്താണ് വിചാരിക്കുന്നത്? ഇയാൾ രാജാവാണെന്നാണോ? ഞാൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ല, പരനാറി എന്ന് വിളിച്ചില്ല, എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചില്ല. മാന്യമായ ഭാഷയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചതെന്ന് പരിഹസിച്ച് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തതിനെതിരെ ഉണ്ടായ വാക്പോരിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ നികൃഷ്ടജീവിയെന്നോ പരനാറിയെന്നോ അല്ല വിളിച്ചതെന്നും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. അത് അദ്ദേഹത്തിന് സുഖിച്ചില്ലെന്നും അതിന്റെ പേരിലാണ് ഇത്രയും ബഹളം ഉണ്ടായതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. രാജാവാണെന്ന വിചാരമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളതെന്നും ചെന്നിത്തല. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തത്. ഇതിനെതിരെ സഭയിൽ വലിയ തരത്തിലുള്ള വാക്പോരാണ് ഇരുവരും തമ്മിൽ നടന്നത്. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ, നാടിന്റെ പ്രശ്നം അറിയണമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ചെന്നിത്തലയോട് രോക്ഷാകുലനായി പറഞ്ഞിരുന്നു. രാജാവാണെന്ന വിചാരമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളതെന്ന് ചെന്നിത്തല ചോദിക്കുന്നു. താൻ നികൃഷ്ടജീവിയെന്നോ പരനാറിയെന്നോ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്. അത് അദ്ദേഹത്തിന് സുഖിച്ചില്ലെന്നും അതിന്റെ പേരിലാണ് വലിയ ബഹളം ഉണ്ടായതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായതിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത്. ചെന്നിത്തലയുടെ ഈ വിശദീകരണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുമോ എന്നറിയാനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചെന്നിത്തലയ്ക്കെതിരായ രാഷ്ട്രീയ ആക്രമണം CPM ശക്തമാക്കാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടാണ് പ്രകോപിതനായതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെയും വിശദീകരിച്ചിരുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രയോഗം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയുടെ പുതിയ വിശദീകരണം ഇങ്ങനെ: ടാർപോളിൻ പൊളിച്ചു കളഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരം ഇല്ലാതാകുമെന്നാണ് അവരുടെ ധാരണ. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. ടാർപോളിനല്ല, ഇനി കസേര എടുത്തുകൊണ്ട് പോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്തുണ്ടാകും. സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത്. സമരങ്ങളോട് അലർജിയാണ് ഇവർക്ക്. ഇവർ എന്തെല്ലാമാണ് പറയുന്നത്? ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങളെന്ന്. ഈർക്കിൽ പാർട്ടി അല്ലെന്ന് ഇന്നലെ കാണിച്ചു കൊടുത്തല്ലോ അല്ലേ? ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന പാർട്ടിയുടെ ആളുകളെന്ന് പറഞ്ഞു. നിങ്ങളെ കീടങ്ങളെന്ന് വിളിച്ചു. സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ തന്നില്ല എന്നതാണ് പരാതി. എന്നെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത്. ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട്. CITUവിന്റെ സമരത്തിലുള്ളത് ആശാവർക്കർമാരല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയവരാണ്. സമരം ചെയ്യുന്ന എല്ലാവരെയും പിരിച്ചുവിട്ട് കളയുമെന്നാണ് ഇപ്പോൾ ഭീഷണി. എത്ര കാലം ഈ ഭീഷണി നിൽക്കും? എത്ര കാലം ഈ നടപടി തുടരും? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും കാണിക്കാത്ത നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിയമസഭാ മാർച്ച് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മാർച്ചായിരുന്നു. അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോ അംഗനവാടി ഹെൽപ്പർമാരോ ഉണ്ടായിരുന്നില്ല. ID കാർഡ് ഉയർത്തിപ്പിടിച്ചാണ് നിങ്ങൾ സമരം ചെയ്തത്. നിങ്ങളുടെ സമരം ന്യായമാണ്. ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജാവാണെന്നാണോ വിചാരം? ഇന്നലെ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ രോക്ഷമായി. ഇദ്ദേഹത്തിന്റെ അഹങ്കാരവും ധിക്കാരവും ആശാവർക്കർമാരോട് വേണ്ട എന്ന് നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ്. സമരത്തിന് എല്ലാവിധ പിന്തുണയും നേരുന്നു. ഇത് 3ാമത്തെ തവണയാണ് താനിവിടെ വരുന്നത്. ഇനി 300 തവണ വരേണ്ടി വന്നാലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംഭവിച്ചത് ഇങ്ങനെ: മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് തുടർച്ചയായി സംബോധന ചെയ്ത് ലഹരി വ്യാപനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി രമേശ് ചെന്നിത്തല പ്രസംഗിച്ചപ്പോൾ രോക്ഷാകുലനായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നിയമസഭയിൽ വാക്പോരും അരങ്ങേറി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് കുറ്റാരോപണം നടത്തി വരികയായിരുന്നു രമേശ് ചെന്നിത്തല. സംബോധന ഏതാനും തവണ ആവർത്തിച്ചപ്പോൾ പെട്ടെന്ന് പ്രകോപിതനായി മുഖ്യമന്ത്രി ചാടി എണീൽക്കുകയായിരുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് ഓരോന്ന് പറയുന്നു. നാടിന്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി പറയണം എന്ന് മുഖ്യമന്ത്രി ശബ്ദമുയർത്തി പറഞ്ഞു.
സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് വായിക്കാനല്ല തങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് ആഭ്യന്തരമന്ത്രി, സതീശൻ പറഞ്ഞു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അത്ര മോശമാണോ എന്നും സതീശൻ ചോദിച്ചു. കഴിഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞ് പിന്നിലേക്ക് പോകേണ്ടെന്നും നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും സ്പീക്കർ A.N. ഷംസീർ ആവശ്യപ്പെട്ടു. താൻ എന്ത് സംസാരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അനാവശ്യമായ കാര്യങ്ങൾ പറയാനാണോ ഈ അവസരം ഉപയോഗിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. 9 വർഷത്തെ ഭരണത്തിലുണ്ടായ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് പറയുക തന്നെ ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ നീക്കത്തെ സംശയദൃഷ്ടിയോടെയാണ് വി.ഡി. സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിനായുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നതിനിടയിൽ മേൽക്കൈ നേടുന്നതിനുള്ള നാടകമാണ് ചെന്നിത്തല നടത്തുന്നതെന്ന വിലയിരുത്തലിലാണ് ഈ നേതാക്കൾ.